അറസ്റ്റ് ചെയ്യാത്തതിൽ ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. കാരണം ഒരു IB ഉദ്യോഗസ്ഥനാണ്. അവനെ ഇപ്പം 10-12 ദിവസമായെന്ന് തോന്നുന്നു. അത്രയും ദിവസം ആയിട്ടും അറസ്റ്റ് ചെയ്യാത്തതിലുള്ള ഒരു വിഷമമേ ഉള്ളൂ. അതിൽ മകൾക്ക് വേണ്ടി അച്ഛന്റെ പോരാട്ടമാണ് ഇവിടം വരെ എത്തി. നമുക്ക് ലഭ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചു. പോലീസ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വിശ്വാസം. കോടതിയിൽ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് രജിസ്ട്രാർക്ക് അയച്ചു കൊടുത്തു എന്നാണ് അറിവ്. ഈ പ്രതി സുഗാന്ത് ഇപ്പോൾ കോടതി കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റിൽ പറയുന്നത് കക്ഷിയുടെ കുടുംബം ഇവിടെ വന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു, നിങ്ങളുടെ കുടുംബമായിട്ട് സംസാരിച്ച് കല്യാണം ഉറപ്പിച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾ പിന്മാറിയെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. എത്രമാത്രം ശരി? അത് വാസ്തവവിരുദ്ധമാണെന്ന് ഇത് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അല്ല, ഇതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അവരുടെ രേഖകൾ ഹാജരാക്കുമ്പോൾ നമുക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. വന്നെങ്കിൽ നമുക്ക് ഞാൻ കാണണ്ടേ? ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. വൈഫ് ഇവിടെ വരണം. വൈഫ് വേറെ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ വരണമെങ്കിൽ വൈഫിനെ വിളിക്കണം, വൈഫ് ഇവിടെ വരണം. അപ്പോൾ ആ സമയത്തുള്ള ഫോൺ രേഖകൾ, ആരൊക്കെ വന്നു അവരുടെ ഫോൺ രേഖകളും ആ സമയത്ത് ഞങ്ങൾ എവിടെയായിരുന്നു, ആ ഫോൺ രേഖകളും പരിശോധിച്ചിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടില്ലെന്ന് വ്യക്തമാകും. പിന്നെ CCTV ക്യാമറ പരിശോധിക്കാം. മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതായത് പിന്മാറാൻ അവളെ ഉപദേശിക്കണം, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്മാറ്റാൻ അവളെ നമ്മൾ അതായത് അവളെ നിർബന്ധിക്കണം എന്ന രീതിയിലാണ് മെസ്സേജ് വന്നത്. സുഗാന്ത് അമ്മയ്ക്ക് അയച്ചു. അപ്പൊ നമ്മൾ മറ്റുള്ള കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് എന്നാ മോളോട് പറഞ്ഞു, ഇപ്പൊ അവന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പതുക്കെ നീ പിന്മാറാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ടൈം തരൂ എന്നിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇല്ല, അന്നേരം നമ്മൾ ഇങ്ങനെ വേറെ സംഭവം നടന്നതായിട്ടൊന്നും നമുക്ക് അറിയുന്നുമില്ല, നമ്മൾ അറിയുന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അവനിങ്ങനെ പറയുമ്പോൾ പതുക്കെ അവള് മാറി മാറി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതെ, അതിപ്പോ പോലീസ് അന്വേഷണത്തിലാണ്. അപ്പൊ നമുക്ക് അതേപ്പറ്റി കൂടുതൽ ഇപ്പൊ പറയാൻ പറ്റില്ല. അവരെന്ത് നടപടി സ്വീകരിക്കുമെന്നും അറിയില്ല. അത് അവര് കൊച്ചിയിലാണ് കൂടുതൽ നിന്ന്, അപ്പൊ കൊച്ചിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എവിടെ തയ്യാറാക്കിയെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പോലീസിൽ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അവരെന്തൊക്കെയാണോ കുറ്റങ്ങൾ ചെയ്യുന്നത് അതിന് ഓരോ വകുപ്പ് അനുസരിച്ചുള്ള ശിക്ഷകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം സുഗാന്തിന്റെ കുടുംബവും അവിടെ ആരെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടുകയോ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടന്നിട്ടുണ്ടോ? ഇല്ല, ഇത് അറിഞ്ഞിട്ടും ആരും അവിടെ ഇതുമായിട്ട് നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല. ആരും നമ്മളെ സമീപിച്ചിട്ടുമില്ല. ഇല്ല. അവസാനത്തെ ഇപ്പൊ നമ്മൾ കൊടുത്ത എവിഡൻസിന്റെ വെളിച്ചത്തിൽ ആവശ്യമായ വകുപ്പുകൾ ചേർത്ത് ഹൈക്കോടതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്പൺ ആകാൻ തിങ്കളാഴ്ച ഓപ്പൺ ആകുള്ളൂ. അപ്പോഴേ നമുക്ക് അറിയുള്ളൂ ഏതൊക്കെ വകുപ്പ് എന്തൊക്കെയാണെന്ന്. ഒരുപാട് ഓടുന്നു, ഇനിയും ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പരിസമാപ്തി കാണുന്നിടം വരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ഈ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ മീഡിയയിൽ അറിയുന്നത് ഓരോ ദിവസം കഴിയും തോറും അവന് ഓരോ വകുപ്പുകൾ ചേർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്നെ കൂടുതൽ വകുപ്പുകൾ ചേർത്തായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം അവൻ കൂടുതൽ വ്യാപ്തിയിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പോലീസിൻ്റെ അന്വേഷണവും കാര്യക്ഷമമായി നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇല്ല, IBയുടെ നമുക്കങ്ങനെ അവരുടെ കാര്യങ്ങൾ തരാം. അവര് പറഞ്ഞത് അവര് ശക്തമായ അന്വേഷണം നടത്തി ഇയാളിനെ പുറത്താക്കുന്ന അല്ലെങ്കിൽ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി ഒരു പഴുതടച്ച അന്വേഷണം IBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. അല്ല, നമ്മളിപ്പോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപി സാർ വന്നപ്പോൾ സാറിന് പരാതി കൊടുത്തു. സാറ് മുഖാന്തരം IB ആഭ്യന്തരമന്ത്രിക്ക് ഇത് അന്വേഷണം ത്വരിതപ്പെടുത്താനുള്ള നിർദ്ദേശം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എൻ്റെ അറിവിൽ ഇല്ല, വന്നിട്ടില്ല. ഇല്ല, ബന്ധുക്കള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മളോട് പറയുമല്ലോ. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാനുമായിട്ട് ഇതുവരെ അവരെ കാണുകയോ അവരെന്നെ വിളിക്കുകയോ ഞാൻ അവരെ വിളിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ജാമ്യ ഹർജിയിലെ പിന്നെ ആദ്യം തന്നെ, അതായത് കുറ്റം ചുമത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഓൾറെഡി സുഗാന്ത് ജാമ്യത്തിന് കൊടുത്തതും അത് കോടതി നിരീക്ഷിച്ചത്. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു വകുപ്പും സുഗാന്തിനെതിരെ ചേർത്തിട്ടില്ല. എന്നിട്ട് പോലും കോടതി ജാമ്യം കിട്ടുന്നത് വരെ അറസ്റ്റ് നിരസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കോടതി ആദ്യമേ തന്നെ തള്ളി. അപ്പം ഇപ്പം ഒരുപാട് വകുപ്പുകൾ, ഒരു 4-5 വകുപ്പുകൾ ചെറുതായിട്ടാണ് നമ്മൾ മീഡിയയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഇനിയും ഒരു സാധ്യതയും അദ്ദേഹത്തിന് ഉണ്ടാവത്തില്ലെന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടുകളെല്ലാം കോടതി, മീഡിയയുടെ എല്ലാം കോടതി നിരീക്ഷിക്കുന്നുണ്ടാവുന്ന ഞങ്ങളുടെ വിശ്വാസം. അവസാനം വേണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കും. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ അതല്ലേ, നമ്മള് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തുന്ന തെളിവും അതുകൂടാതെ ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾ അവർക്കും ഹെൽപ്പ് ചെയ്യുന്നു. പൂർണ്ണമായിട്ടും പോലീസ് സപ്പോർട്ടല്ലേ? തീർച്ചയായിട്ടും. ഇതുവരെയുള്ള നിഗമനത്തിൽ അവർക്കൊരു വീഴ്ച പറ്റിയതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ അറസ്റ്റ് ചെയ്യാത്തതിൽ ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. കാരണം ഒരു IB ഉദ്യോഗസ്ഥനാണ്. അവനെ ഇപ്പം 10-12 ദിവസമായെന്ന് തോന്നുന്നു. അത്രയും ദിവസം ആയിട്ടും അറസ്റ്റ് ചെയ്യാത്തതിലുള്ള ഒരു വിഷമമേ ഉള്ളൂ. അതിൽ എന്തെങ്കിലും പോലീസ് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തുമില്ല. അവരെ നിരീക്ഷണം എന്തോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും. ഇതിന്റെ പുരോഗതി അനുസരിച്ച് മുന്നോട്ട് ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ സംഭവ സ്ഥലത്തില്ല. ഇപ്പോൾ ഓൾറെഡി അവരൊക്കെ വന്നതിന് ശേഷം ഇനി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടതായിട്ടൊരു സാഹചര്യം വന്നാൽ ഞങ്ങൾ അതും ചെയ്യാനുള്ള തീരുമാനത്തിലാണ്.